ഉക്രൈൻ യുദ്ധമുഖത്ത് വിതരണ ശൃംഖലകൾ ലക്ഷ്യമിട്ട് റഷ്യ തങ്ങളുടെ വ്യോമാക്രമണം കടുപ്പിക്കുന്നതിന്റെ വ്യക്തമായ സൂചനകൾ പുറത്തുവരികയാണ്. ഡിനെ പ്രോപട്രോവ്സ്ക് മേഖലയിലെ നിക്കോളോയ്വയ്ക്ക് സമീപം സൈനിക സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന 2 ഉക്രൈനിയൻ ലൊക്കോമോട്ടീവുകൾ തങ്ങളുടെ ഗെറാൻ ആക്രമണ ഡ്രോണുകൾ ഉപയോഗിച്ച് തകർത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയിരിക്കുന്നു. മുൻനിര പോരാട്ട ഭൂമിയിലേക്ക് ആവശ്യമായ ആയുധങ്ങളും ഇന്ധനവും സൈനികരെയും എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഉക്രൈന്റെ റെയിൽവേ ശൃംഖലയെ പൂർണ്ണമായി തളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള റഷ്യൻ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ പുതിയ നീക്കം. യുദ്ധക്കളത്തിലേക്ക് നാറ്റോ രാജ്യങ്ങളിൽ നിന്നും മറ്റ് പാശ്ചാത്യ ശക്തികളിൽ നിന്നും ഒഴുകിയെത്തുന്ന സൈനിക സഹായങ്ങൾ അതിർത്തികളിൽ നിന്ന് മുൻനിരയിലേക്ക് എത്തിക്കാൻ ഉക്രൈൻ പ്രധാനമായും ആശ്രയിക്കുന്നത് തങ്ങളുടെ വിപുലമായ റെയിൽവേ ശൃംഖലയാണ്. ഈ ഗതാഗത പാതകളെ തടസ്സപ്പെടുത്തുന്നതിലൂടെ ഉക്രൈനിയൻ സൈന്യത്തിന്റെ പ്രതിരോധ ശേഷിയെയും തിരിച്ചടി നൽകാനുള്ള ശേഷിയും തകർക്കാൻ സാധിക്കുമെന്ന് റഷ്യ കണക്ക് കൂട്ടുന്നുണ്ട്. റഷ്യൻ വ്യോമസേനയുടെ പക്കലുള്ള ഏറ്റവും വിനാശകരമായ ഡ്രോൺ സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് ഗെറാൻ സീരീസ് ഡ്രോണുകൾ. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്നതും എന്നാൽ വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ വഹിച്ച് കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ ശേഷിയുള്ളതുമായ ഈ ലോയിറ്ററിംഗ് മ്യൂണീഷനുകൾ യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഡിനോ പ്രോപട്രോവ്സ്ക് മേഖല ഉക്രൈനിയൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായ ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബായാണ് അറിയപ്പെടുന്നത്. കിഴക്കൻ തെക്കൻ യുദ്ധമുഖങ്ങളിലേക്ക് ആയുധങ്ങളും സൈനിക സാമഗ്രികളും എത്തിക്കുന്നതിൽ ഈ മേഖലയിലെ റെയിൽവേ പാതകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. അതുകൊണ്ട് തന്നെ നിക്കോളോയ്വയ്ക്ക് സമീപമുണ്ടായ ഈ പ്രഹരം ഉക്രൈനിയൻ സേനയുടെ നീക്കങ്ങളെ കാര്യമായി ബാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. റെയിൽവേ ലോക്കോമോട്ടീവുകളെ നേരിട്ട് ലക്ഷ്യമിടുന്നത് വഴി ഉക്രൈന്റെ ഗതാഗത ശേഷിയെ ദീർഘകാലത്തേക്ക് മന്ദഗതിയിലാക്കാൻ റഷ്യയ്ക്ക് സാധിക്കും. സാധാരണഗതിയിൽ പാളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അവ വേഗത്തിൽ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കാറുണ്ട്. വൈദ്യുത സബ്സ്റ്റേഷനുകൾക്ക് നേരെയും റഷ്യ തുടർച്ചയായി ആക്രമണം നടത്തുന്നുണ്ട്. ഉക്രൈനിലെ റെയിൽവേ ശൃംഖലയുടെ ഭൂരിഭാഗവും വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പവർ ഗ്രിഡുകളും സബ്സ്റ്റേഷനുകളും തകരുന്നതോടെ ഇലക്ട്രിക് ട്രെയിനുകൾ പൂർണ്ണമായും നിശ്ചലമാക്കും. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന അത്യാധുനിക ആയുധങ്ങളും ടാങ്കുകളും ആർട്ടിലറി സംവിധാനങ്ങളും യുദ്ധക്കളത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ വഴിയിൽ വെച്ച് നശിപ്പിക്കുക എന്ന ലക്ഷ്യവും ഈ ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ട്. ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തളർത്താനുള്ള ഒരു തന്ത്രം കൂടിയാണ് ഇത്തരം തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങൾ. റഷ്യ അയക്കുന്ന വില കുറഞ്ഞ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഉക്രൈൻ തങ്ങളുടെ പക്കലുള്ള വിലയേറിയ പാശ്ചാത്യ പാട്രിയറ്റ് അല്ലെങ്കിൽ നാസാംസ് മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ആക്രമണത്തോടെ ഉക്രൈൻ സൈന്യത്തിന് മുൻനിരയിലേക്ക് ആവശ്യമായ വെടിയുണ്ടകളും ആയുധങ്ങളും സമയബന്ധിതമായി എത്തിക്കാൻ സാധിക്കാതെ വരുന്നത് യുദ്ധമുഖത്ത് വലിയ തിരിച്ചടിയാകും. ഡോൺബാസ് മേഖലയിലും മറ്റ് മുൻനിര കേന്ദ്രങ്ങളിലും കടുത്ത പോരാട്ടം തുടരുമ്പോൾ ആവശ്യത്തിന് ആയുധ പിന്തുണ ലഭിക്കാത്തത് ഉക്രൈനിയൻ സൈനികരുടെ ആത്മവീര്യത്തെയും പ്രതികൂലമായി ബാധിക്കും. റഷ്യ തങ്ങളുടെ തന്ത്രങ്ങളിൽ വരുത്തിയ ഈ മാറ്റം വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ മാത്രമല്ല, കൃത്യമായ സൈനിക വിതരണ ശൃംഖലകൾക്ക് നേരെ ആക്രമണം കേന്ദ്രീകരിക്കുന്നത് വഴി ഉക്രൈനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ റഷ്യയ്ക്ക് സാധിക്കുന്നുണ്ട്. നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ഉക്രൈൻ തള്ളപ്പെടുകയാണ്. വൻതോതിൽ സാമ്പത്തിക സൈനിക സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അവ യുദ്ധക്കളത്തിലേക്ക് സുരക്ഷിതമായി എത്തിക്കുക എന്നത് ഉക്രൈന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. ഉക്രൈൻ തങ്ങളുടെ വിതരണ ശൃംഖല സുരക്ഷിതമാക്കാൻ ബദൽ മാർഗങ്ങൾ തേടാൻ നിർബന്ധിതരാവുകയാണ്. റെയിൽവേക്ക് പകരം റോഡ് മാർഗം വലിയ ലോറികളിലും മറ്റും ആയുധങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ സമയമെടുക്കുന്നതും ചെലവേറിയതുമാണ്. മാത്രമല്ല, റോഡുകളിലൂടെയുള്ള വൻ സൈനിക വ്യൂഹങ്ങളെ കണ്ടെത്താനും ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കാനും റഷ്യയ്ക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. റഷ്യയുടെ തദ്ദേശീയ ആയുധ നിർമ്മാണ ശേഷി വൻതോതിൽ വർദ്ധിച്ചതിന്റെ തെളിവ് കൂടിയാണ് ഗെറാൻ ഡ്രോണുകളുടെ ഈ വ്യാപകമായ ഉപയോഗം. ഉപരോധങ്ങളെ മറികടന്ന് ദിവസം തോറും നൂറുകണക്കിന് ഡ്രോണുകൾ നിർമ്മിക്കാൻ റഷ്യയ്ക്ക് സാധിക്കുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദീർഘകാലമായി തുടരുന്ന ഈ യുദ്ധത്തിൽ ഇരുവിഭാഗവും തങ്ങളുടെ ആയുധശേഷിയും തന്ത്രങ്ങളും നിരന്തരം പരിഷ്കരിക്കുകയാണ്. റഷ്യ തങ്ങളുടെ വ്യോമാക്രമണ തന്ത്രങ്ങളിൽ വരുത്തിയ ഈ മാറ്റം ഉക്രൈന്റെ പ്രതിരോധ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുന്നു. പ്രോപട്രോവ്സ്ക് മേഖലയിൽ ഉണ്ടായ ഈ ഗെറാൻ ഡ്രോൺ ആക്രമണം കേവലം 2 ലോക്കോമോട്ടീവുകളുടെ തകർച്ച മാത്രമല്ല,
മറിച്ച് ഉക്രൈന്റെ മൊത്തത്തിലുള്ള യുദ്ധതന്ത്രത്തിനേറ്റ കനത്ത പ്രഹരമാണ്. റെയിൽവേ ശൃംഖലകൾ തകർക്കുന്നതിലൂടെ ഉക്രൈന്റെ സൈനിക നീക്കങ്ങളെ തളർത്താനും യുദ്ധത്തിന്റെ നിയന്ത്രണം കൂടുതൽ തങ്ങളിലേക്ക് എത്തിക്കാനും റഷ്യക്ക് സാധിക്കുന്നുവെന്നാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്.